ഹായ് എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേരള സദ്യ സ്പെഷ്യൽ ഇഞ്ചമ്പുളിയാണ്. സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണിത്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാറിയെങ്കിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 150 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വളരെ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണിത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സദ്യകളിലേക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ്. ഇഞ്ചമ്പുളി, ഇഞ്ചിപ്പുളി, പുളി ഇഞ്ചി, ഇഞ്ചച്ചാറ്, അങ്ങനെ കുറേ പേരുകളുണ്ട് ഇതിന്. ഞങ്ങളിവിടെ ഇതിന് ഇഞ്ചമ്പുളി എന്നാണ് കേട്ടോ പറയുന്നത്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സദ്യയിൽ എല്ലാ കറികളും ഇലയിൽ വിളമ്പുമ്പോൾ ഓരോ ക്രമവും സ്ഥാനമൊക്കെ ഉണ്ടല്ലോ. അതിൽ നമ്മുടെ ഇഞ്ചമ്പുളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാണോന്നറിയില്ല, കറികളിൽ ആദ്യം വിളമ്പുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. പിന്നെ ഇലയിൽ ചോറ് എത്തുന്നവരെ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും ഈ ഇഞ്ചമ്പുളി തൊട്ട് കൂട്ടുക എന്നുള്ളത്. എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചി ഒരുവിധം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 100 ഗ്രാം വാളംപുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ പുളിയുടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഇത് മതിയാവും. പിന്നെ ഒരുപാട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താൽ നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് കട്ടി കുറയും. പിന്നെ ഇതെല്ലാം കൂടി വറ്റിച്ചെടുത്തിട്ട് വേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ പുളി ശർക്കരയൊക്കെയാണ് നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് നല്ല കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിമ്പുളി നന്നായിട്ട് കറുത്തിരിക്കണമെങ്കിൽ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കണം. ഞാനിവിടെ 120 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിവിടെ എടുത്ത ശർക്കരയ്ക്ക് നല്ല കറുപ്പ് പോരായിരുന്നു, പക്ഷെ അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കുറയില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ പുളിയും മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കുന്നതിന് മുമ്പ് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അധികമൊന്നും ചേർക്കണ്ട, ഒരു പിഞ്ച് കായപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ കൂട്ട് ഇഞ്ചിമ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉലുവപ്പൊടി കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റിക്കോളും. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.